ഇന്ന് ഞാൻ സന്തോഷവാനായിരിക്കേണ്ട ദിവസമാണ്. പക്ഷേ എനിക്കതിന് കഴിയില്ല. കാരണം കേരളത്തിലെ എൻ്റെ ജനങ്ങൾ ഇന്ന് ദുഃഖത്തിലാണ്. അവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടമായി, ജീവിതം നഷ്ടമായി. ഈ നിമിഷം ഞാൻ അവരെയെല്ലാം ഓർക്കുന്നു. നിങ്ങളെല്ലാവരും അവരെ സഹായിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് അവർക്ക് ഉണ്ടാകണം. ഫിലിം ഫെയർ അവാർഡ് വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം മമ്മൂട്ടിയോട് 2 വാക്ക് പറയാൻ ആങ്കർ നിർബന്ധിച്ചപ്പോൾ മമ്മൂട്ടി പറഞ്ഞ വാക്കുകളാണിത്. കേരളത്തിൽ ഇങ്ങനെയെല്ലാം ദുരന്തം സംഭവിച്ചതിനിടയ്ക്കും അവാർഡ് വാങ്ങാൻ പോയത് വളരെ മോശമായി പോയി എന്ന് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ സൈബർ അറ്റാക്ക് നടത്തുന്ന ആളുകൾ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ കേൾക്കാതെ പോകുന്നു? ദുരന്തം നടന്ന പിറ്റേ ദിവസം തന്നെ സഹായ ഹസ്തവുമായി ദുരന്ത സ്ഥലത്ത് കുതിച്ചെത്തിയ മമ്മൂട്ടി തൻ്റെ കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ വഴി ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് എന്ന നിലയിൽ 25 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിരുന്നു. തുടർന്ന് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും സഹായങ്ങൾ ദുരന്തമുഖത്തേക്ക് ഒഴുകിയെത്തി. കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നുമുള്ള പ്രമുഖർ എല്ലാവരും വലിയ സഹായങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. മമ്മൂട്ടി അവാർഡ് വാങ്ങാൻ പോകരുതായിരുന്നു എന്ന് പറയുന്നത് തികച്ചും ബാലിശമായ ഒരു അഭിപ്രായ പ്രകടനം മാത്രമാണ്. അദ്ദേഹം അവിടെ പോയി ഇങ്ങനെയൊരു റിക്വസ്റ്റ് നടത്തിയതിൻ്റെ പ്രതിഫലനം എന്തായാലും ആ ദുരന്തമുഖത്തേക്ക് സഹായങ്ങളായി ഒഴുകിയെത്തും എന്ന കാര്യം തീർച്ചയാണ്. ഒരുപക്ഷെ അദ്ദേഹം അവാർഡ് വാങ്ങാൻ പോയതിന് പിന്നിൽ ഇങ്ങനെയൊരു സന്ദേശം അവിടെ കൂടിയവർക്കെല്ലാം നൽകണമെന്ന ഉദ്ദേശശുദ്ധിയും ഉണ്ടായിരിക്കണം. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം മമ്മൂട്ടിയെയും മോഹൻലാലിനെയും മതം നോക്കി കുത്താൻ നടക്കുന്ന ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇന്ന് സോഷ്യൽ മീഡിയ. കഴിഞ്ഞ ദിവസം പെട്ടാളം യൂണിഫോമിൽ ദുരന്ത സ്ഥലത്തെത്തി തൻ്റെ മാതാപിതാക്കളുടെ പേരിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി 3 കോടി ധനസഹായം പ്രഖ്യാപിച്ച മോഹൻലാലിനെ പെട്ടാള വേഷത്തിൽ എത്തിയതിൻ്റെ പേരിലും എത്താൻ വൈകിയതിൻ്റെ പേരിലും വലിയ ട്രോളുകൾ കൊണ്ടാണ് ഈ പറഞ്ഞ വിഭാഗക്കാർ ആക്രമിച്ചത്. മോഹൻലാൽ ആയാലും മമ്മൂട്ടി ആയാലും അവർ മലയാള സിനിമയുടെ അഭിമാനങ്ങളാണ്. മലയാള സിനിമയുടെ യശസ് ലോകമറിയുന്നതിൽ ഇവരോളം പങ്കുവഹിച്ച മറ്റു നടന്മാരില്ല. തനിക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായാലും അതിനെതിരെ ഒന്നും പ്രതികരിക്കാൻ പോകാത്ത വ്യക്തിയാണ് മോഹൻലാൽ. അതുപോലെ തന്നെയാണ് മമ്മൂട്ടിയും. മറുനാടൻ ചാനൽ വഴി ഒരു അഭിമുഖത്തിലൂടെ മമ്മൂട്ടിക്കെതിരെ ഉയർന്ന വർഗീയ പരാമർശത്തെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ കോലാഹലമായിരുന്നു ഉടലെടുത്തത്. ഇതിനെക്കുറിച്ച് മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തും മഹാരാജാസ് കോളേജിലെ സഹപാഠിയുമായിരുന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു. മമ്മൂട്ടിയെ അദ്ദേഹം സന്ദർശിച്ചപ്പോൾ മമ്മൂട്ടി അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു: ബാല, സോഷ്യൽ മീഡിയ കണ്ടീഷൻ മോശമാണല്ലേ? പണ്ടൊക്കെ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചാൽ അത് സൗഹൃദമെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ന് ആളുകൾ അതിനെ മത സൗഹാർദ്ദമെന്ന് വിളിക്കുന്നു. മമ്മൂട്ടി വളരെ ദുഃഖത്തോടെയാണ് ഇക്കാര്യം തന്നോട് പറഞ്ഞതെന്നും അദ്ദേഹം ആ കുറിപ്പിൽ പറഞ്ഞിരുന്നു. മമ്മൂട്ടിക്കെതിരെ ഉണ്ടായ ഈ സോഷ്യൽ മീഡിയ അറ്റാക്കിന് കാരണക്കാരനായ മറുനാടനും ഒടുവിൽ യു-ടേൺ അടിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. നിർമ്മാതാക്കളും മമ്മൂട്ടിയുടെ ഉറ്റ സുഹൃത്തുക്കളുമായ ജോബിയെയും ആൻഡോ ജോസഫിനെയും ഫോണിൽ വിളിച്ച് ആരോപണങ്ങൾക്ക് മമ്മൂട്ടിയുടെ പ്രതികരണം എന്താണ് എന്ന് ആരാഞ്ഞ മറുനാടനോട് അവർ കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു: ഇതൊന്നും മമ്മൂട്ടിയുടെ രോമത്തിൽ പോലും തൊടുന്ന കാര്യമല്ല. അദ്ദേഹം ഇതിനെയെല്ലാം അതിൻ്റെതായ അവജ്ഞയോടുകൂടി തന്നെ തള്ളിക്കളഞ്ഞു. താനൊരു അടിയുറച്ച ദൈവവിശ്വാസിയാണെന്നും ഇന്നുവരെ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ ഒന്നിനെയും താൻ ഭയക്കുന്നില്ല എന്നും മമ്മൂട്ടി അവരോട് പറഞ്ഞുവത്രേ. മതം തലയ്ക്ക് പിടിച്ച് പരസ്പരം ചെളിവാരി എറിയുന്നവർക്ക് ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഇതൊക്കെ? നമുക്ക് ഒരു അപകടം വന്നാൽ നമ്മളെ തേടിയെത്തുന്ന കൈ ഏത് മതക്കാരൻ്റെ ആണെന്ന് പോലും നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കില്ല. നമ്മളെയും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പാഞ്ഞു പോകുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർ നമ്മുടെ മതക്കാരനായിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധവുമില്ല. പിന്നെ എന്തിനാണ് സഹോദരന്മാരെ ഈ വക പേക്കൂത്തുകൾ?